വന്യമൃഗ ആക്രമണം ഭയന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കൊല്ലം കുളത്തൂപ്പുഴ നിവാസികൾ. ഒരാഴ്ചക്കിടെ കുളത്തൂപ്പുഴയിൽ വന്യജീവി ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വീടിന് സമീപം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന യുവാക്കൾക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. 16 ഏക്കർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപം പട്ടികവർഗ നെയ്ത്ത് സഹകരണ സംഘത്തിന് മുന്നിലെ കളിസ്ഥലത്താണ് കാട്ടുപോത്ത് എത്തിയത്. ഞങ്ങള് റിവർ സ്കൂളിന്റെ അവിടെ ചുമ്മാ എല്ലാവരും കൂടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ കാട് സൈഡിൽ നിന്ന് ഒരു കാട്ടുപോത്ത് ചീറ്റിക്കൊണ്ട് എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും എന്നെ ഇടിച്ച് കറക്കി കളഞ്ഞ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെയും അവൻ്റെ കാലിനും ഇടിച്ച്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഓടാൻ പറ്റിയില്ല. പിന്നെ അവന്മാരും എവിടെയൊക്കെയോ ഓടി. എൻ്റെ നടുവ് എനിക്ക് അനക്കാൻ വയ്യ, നടുവ് എൻ്റെ കാല് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് കുത്താൻ പോലും വയ്യ. കുളത്തൂപ്പുഴ ജംഗ്ഷനോട് ചേർന്നുള്ള ജനവാസ മേഖലയ്ക്ക് സമീപം സ്ഥിരമായി കാട്ടുപോത്തിനെ കാണുന്നതായി നാട്ടുകാർ പറയുന്നു. നിരവധി തവണ, അതായത് പല പ്രാവശ്യം ഫോറസ്റ്റുകാരോടെല്ലാം പറഞ്ഞിരുന്നു. ഫെൻസിംഗും ഉൾപ്പെടെ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശങ്ങളിലെല്ലാം കാട്ടുപോത്ത് ഇറങ്ങി. 10-25ഓളം കാട്ടുപോത്തുകളാണ് ആ പ്രദേശത്തും കുളത്തൂപ്പുഴയുടെ ഹൃദയഭാഗത്ത് വരെ എത്തിയത്. നിരവധി പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2ാം മൈലിൽ ജോലിക്കായി പോയ യുവാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. കാലിന് ഗുരുതരമായി പരിക്കേറ്റ സനൽ ചികിത്സയിലാണ്. പുലർച്ചെ ഇരുചക്രവാഹനത്തിൽ ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട ആദിവാസി യുവാവിനെയും കാട്ടാന ആക്രമിച്ചു. പണിക്ക് പോയ വഴിക്കാണ് ആനയെ കണ്ടത്. അങ്ങനെ ആന വന്ന വഴിക്ക് ഇറങ്ങി ഓടിയപ്പോൾ ആന എന്നെ തുരത്തിക്കൊണ്ടുവന്ന് തട്ടിയിട്ട് കാരി ചവിട്ടിയിട്ട് അങ്ങ് പോയി. പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. എപ്പോൾ ശല്യമുണ്ട്. ഒരാഴ്ചന് മുമ്പേ തന്നെ ഒരു വാച്ചർ അടിച്ചിട്ട് അതിനു മുമ്പേ ബൈക്കേറെ ഓടിച്ച്. ഈ ഇടയ്ക്ക് ഒരു ആട്ടോക്കാരനെ ഈ ഇടയ്ക്ക് രാത്രി ഓടിച്ച് പെരുവലിക്കാലെ വെച്ച് രാത്രി ഓടിച്ച്. എന്നെ ആന ഓടിച്ച്. അവർക്ക് ആന തല്ലിയിട്ട് വണ്ടിയിൽ 4 യാത്രക്കാരുണ്ടായിരുന്നു. അന്ന് വണ്ടിക്കൊക്കെ ഭയങ്കര പണിയൊക്കെ ആയിപ്പോയി. ദിവസങ്ങൾക്ക് മുമ്പ് വനം വകുപ്പ് താൽക്കാലിക വാച്ചറും ആനയുടെ ആക്രമണത്തിന് ഇരയായി. ഒരു സുരക്ഷ നമുക്ക് ഇതുവരെ ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും നാളായിട്ടും ഞങ്ങൾ ഈ കാട്ടിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സുരക്ഷയില്ല. ഇപ്പോഴും പലർക്കും ഭയം മാറിയിട്ടില്ല. ഇപ്പോൾ ഫയർ സീസൺ ആയതുകൊണ്ട് രാത്രി ഞങ്ങൾ എല്ലാവരും ഫയർ ഇതിന് തിരക്കി നടക്കും. ഫയർ തീ കത്തുന്നുണ്ടോന്ന് അതിന് തിരക്കി ഇടുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെയുള്ള 2 വാച്ചരന്മാർ അപ്പുറത്തൂടെ മാറിപ്പോയ സമയത്ത് ഞാൻ വീട്ടിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പം റോഡിൻ്റെ നടുക്കൊരു ആന നിൽക്കുന്നത്. ആ ആനയെ കണ്ടുകൊണ്ട് ഞാൻ വണ്ടി അവിടെ ചവിട്ടി നിർത്തി റേസ് ചെയ്തപ്പോൾ ആ ആന മുമ്പോട്ട് കയറി വന്ന് ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വേറൊരു ആന ബാക്കിൽ കൂടെ കയറി വന്നു. അപ്പോൾ ഒരു ബ്രാഞ്ച് തടം, ആ ബ്രാഞ്ച് തടത്തിലോട്ട് വണ്ടി കയറ്റിയ സമയം അവിടുന്ന് ഒരു ആന വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേന് ഈ ബാക്കിൽ കൂടെ വന്ന ആനയും ഈ 2 ആനയും വന്ന് വണ്ടിയോട് ചേർന്ന് നിന്ന് ഞാൻ വണ്ടി മറിക്കുമെന്ന് കരുതി എടുത്ത് കുഴിയിലോട്ട് ചാടിയ സമയം ഒരാന എൻ്റെ കൂടെ ചാടി എന്നെ തള്ളി അങ്ങ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് PS സുബാൽ MLA ഉറപ്പ് നൽകി. ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ 16 ഏക്കറിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ നിതിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് ഗുരുതരമായി പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം മൈലിൽ ആമക്കുളം ഭാഗത്ത് സനൽ എന്ന് പറഞ്ഞ തൊഴിലാളി രാവിലെ ജോലിക്ക് പോയ അവസരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങളോടൊപ്പം നിന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇനി മുതൽ ഇത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഫണ്ടും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർ തുടർ നടപടികൾ ഇല്ലെങ്കിൽ ജനങ്ങളോടൊപ്പമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലും മറ്റും ജനങ്ങളുടെ കൂട്ടിവെച്ച് നമ്മുടെ മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. അവരോടൊപ്പം നിന്ന് തന്നെ അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. ജനജീവിതം സുരക്ഷിതമാക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കുളത്തൂപ്പുഴ.